നമസ്കാരം പ്രിയമുള്ളവരെ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇറാന്റെ ആണവ വ്യാപന നിരോധന കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടാം ഘട്ട ചർച്ച റോമിൽ പര്യവസാനിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു എന്നതാണ് ഈ അവസരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏപ്രിൽ 26-ന് ഒരിക്കൽ കൂടി ഒമാന്റെ തലസ്ഥാനമായ മസ്കത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ അഹമ്മദ് അൽ ബുറൈദിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കും. ഇറാനെ പ്രതിനിധീകരിച്ച് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും അമേരിക്ക പ്രതിനിധീകരിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫും പങ്കെടുക്കും മൂന്നാമത്തെ ചർച്ചകളിലും എന്ന വിവരമാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ചില സംഗതികൾ കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചയിലും റോമിൽ ഇന്നലെ പര്യവസാനിച്ച രണ്ടാം ഘട്ട ചർച്ചയിലും ഇറാൻ അവരുടെ നിലപാടുകൾ അടിയുറച്ചു നിന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പ്രത്യേകിച്ചും നേരിട്ട് അമേരിക്കയുമായിട്ടൊരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല. 2018-ൽ ഏകപക്ഷീയമായി നിലവിലുണ്ടായിരുന്ന ആണവ വ്യാപന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയിരുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യ അവസരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന അവസരത്തിൽ. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സമീപനം ഈ കരാറുകളിൽ വ്യവസ്ഥ പാലിക്കാതെ തോന്നിയ പോലെ പിന്മാറുന്ന അമേരിക്കയുമായിട്ട് ഇനി ഒരു കരാറിനെ പറ്റി തങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യുകയില്ല എന്ന് ഇറാന്റെ ഭരണ നേതൃത്വവും ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയും വ്യക്തമാക്കിയതാണ്. ആ നിലപാടുകൾ തന്നെ ഇറാൻ ഉറച്ചു നിന്നു എന്നു തന്നെയാണ് റോമിലെ രണ്ടാം ഘട്ട ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇറാനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഒപ്പം യുഎസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത യുഎസ് പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫും തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്യുന്ന ഒരവസരവും റോമിൽ ഉണ്ടായില്ല എന്നതാണ്. സ്റ്റീവ് വിക്കോഫ് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ അഹമ്മദ് അൽ ബുറൈദിയുമായി ചർച്ച നടത്തി. അതിനുശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ അഹമ്മദ് അൽ ബുറൈദിയുമായി ചർച്ച നടത്തി. ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ നേരിട്ടൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു രണ്ടാം ഘട്ട ചർച്ചയിലുമെന്നതാണ്. മറ്റൊന്ന്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമായി എടുത്തു കാണിക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് കാണിക്കുന്നത്, ഈ ചർച്ചകൾ മൂന്നാം ഘട്ടത്തിലേക്ക് ശുഭപ്രതീക്ഷയോടെ കടന്നു പോകുന്നതിനുള്ള ഒരു ഘടകമായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ചർച്ചകളിൽ പങ്കെടുത്തു എന്നതാണ്. അതായത് അദ്ദേഹം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ടും യുഎന്നിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫുമായിട്ടും വെവ്വേറെ ചർച്ചകൾ നടത്തിയെന്നാണ്. ഈ അവസരത്തിലും രണ്ടു പ്രതിനിധികളും, ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ഈ റാഫേൽ ഗ്രോസിയുമായിട്ടുള്ള ചർച്ചകളിലും നേരിട്ട് പങ്കെടുത്തില്ല. വ്യത്യസ്തമായാണ് രണ്ടുപേരെയും വെവ്വേറെ കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു, അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല, മധ്യസ്ഥരുടെ സ്ഥാനത്തിൽ ചർച്ച ചെയ്യാം എന്ന അവരുടെ പൂർവ്വ നിലപാടുകളിൽ ഇറാൻ ഉറച്ചു നിന്നു എന്നാണ് ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്നുകൂടിയുണ്ട്, ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഭീഷണി, ഇറാൻ ദീർഘദൂര മിസൈലുകൾ പരീക്ഷിക്കുന്നത് ഉപേക്ഷിക്കണം, ആണവ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്ന രീതിയിലുള്ള രണ്ടു നിർദ്ദേശങ്ങളും ഇറാൻ ഈ അവസരത്തിലും തള്ളിക്കളഞ്ഞു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഘട്ട ചർച്ചകളും എങ്ങനെ പര്യവസാനിക്കും എന്ന രീതിയിലൊക്കെ വലിയ സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗസയെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരുന്നു, ഒരുപക്ഷെ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുവാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരികയാണ്. അതായത് ഒരുപക്ഷെ ബന്ദികൾ കൊല ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ജെറുസലേമിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാഭങ്ങൾ വെച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ അഴിമതി കഥകൾ ഒളിച്ചു വയ്ക്കുവാൻ, അതിൽ നിന്ന് രക്ഷ നേടുവാൻ, ഇസ്രായേലിലെ മാധ്യമങ്ങളെയും ജനങ്ങളെയും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചെടുത്തുവാനുമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗസയിലെ യുദ്ധ എന്നാണ് തന്ത്രം, അഥവാ അദ്ദേഹം ഗസയിൽ സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് വരികയാണ്. വലിയ ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.
അതോടൊപ്പം തന്നെ ഇസ്രായേലി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നു. യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്ന് ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡിൻ്റെ പ്രസ്താവനയും ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും പ്രക്ഷോഭത്തിൽ ആണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഒപ്പം ബെൻഗീർ ഇസ്രായേലി സുരക്ഷാ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുന്നത് ഇസ്രായേലി സൈന്യം അനുവദിക്കില്ല എന്ന രീതിയിൽ ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. ഒപ്പം ഖലീൽ അൽ അഹ്യ ഹമാസിന്റെ വക്താവ് പറയുന്നത് പൂർണ്ണമായ വെടിനിർത്തലും ഇസ്രായേലി തടവറയിൽ കഴിയുന്ന ഫലസ്തീനികളുടെ പൂർണ്ണമായ എല്ലാവരെയും മോചിപ്പിക്കാതെ ഒരു വെടിനിർത്തൽ ചർച്ച അതിന് ഹമാസ് അനുകൂലിക്കുന്നില്ല എന്നതാണ് ഹമാസ് നേതാവിൻ്റെ പ്രസ്താവനയും ഈ അവസരത്തിൽ പുറത്ത്. തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.